കാര്യങ്ങളൊക്കെ സാധിക്കുമെന്നും എൻ്റെ കുടുംബത്തിന് എനിക്കൊരു വിശ്വാസമുണ്ട് എന്നൊക്കെ ആദ്യമായിട്ട് നമുക്ക് തോന്നുന്നത് ആ ഒരു 15-ാം വയസ്സിൽ 17-ാം വയസ്സിലായിരിക്കും. ആ ഒരു കാര്യത്തിൽ ടീനേജിൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു പ്രായം കൂടിയാണ്. ആ സമയത്ത് നമ്മൾ ആദ്യം വെച്ച് വരുന്നത് ആ ഒരു നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സ്കൂളിലൊക്കെ നമുക്ക് എത്ര വലിയ വരുമാനമായി തീരാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു ആത്മവിശ്വാസം തന്നെയാണ്. അവിടെ നിന്നാണ് പലപ്പോഴും നമ്മുടെ മറ്റു പല വിജയങ്ങളും നമ്മുടെ നേട്ടങ്ങളും നമ്മുടെ വഴികളിലേക്കുള്ള യാത്രകളിലേക്ക് ഒരു തുടക്കം അവിടെ നിന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലൂടെ ലഭിക്കുന്ന അവസരങ്ങളുടെ കാര്യം കൂടി എഴുതുകയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ മെറിറ്റ് തന്നെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് നമ്മൾ പരിഗണിക്കുന്നത് ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഒരു നല്ല സ്കൂളിലോ ഒരു നല്ല കോളേജിലോ ഒരു അഡ്മിഷൻ കിട്ടുന്ന സമയത്തൊക്കെ ഇപ്പോഴും മെറിറ്റ് തന്നെയാണ്, നമ്മുടെ മാർക്കുകൾ തന്നെയാണ് മാനദണ്ഡം എന്നുള്ളതുകൊണ്ട് ഇത് നമുക്ക് തരുന്ന ഒരു വഴികളും വളരെ വലുതാണ് എന്നുള്ളതുകൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ആ വഴികളിൽ തുറന്നു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ പലരും എടുക്കുന്നത്. എന്ന് ഇവിടെ പറയുന്നുണ്ടായിരുന്നു, പലരും ഈ സമയത്ത് അഡ്മിഷനൊക്കെ ആയിട്ട് പല കോളേജുകളിലേക്കൊക്കെ അഡ്മിഷനൊക്കെ ആയിട്ട് പോകുന്ന ഒരു സന്ദർഭമാണ്. അതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി ചേരുന്ന സമയങ്ങളിൽ കുറേ എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. ഇതിനൊക്കെ നമുക്ക് തുടക്കമായിരിക്കുന്നത് ഈ ഒരു ഇത് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ കൈവരിച്ചിരിക്കുന്ന ഒരു നേട്ടമാണ് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ എന്നും ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു പലപ്പോഴും നമ്മുടെ പഠനത്തിന് 10-12 കഴിഞ്ഞ ഒരു താഴേക്ക് പോകുന്ന ഒരു സിസ്റ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഓരോ വ്യക്തിയോടും സ്വയം ഒരു പ്രതിബദ്ധത ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു പിരമിഡിൻ്റെ രൂപത്തിലാണ് നമ്മുടെ പഠനം പോകാറ്. പിരമിഡിൻ്റെ രൂപത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ അളവ് കുറയും, നമ്മുടെ പഠന മേഖലയിലുള്ള നേട്ടങ്ങളുടെ അളവ് കുറയും. അങ്ങനെ ഒരു ജനറലി കാണാറ്. നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിൽ നിന്ന് 12ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് കുറച്ച് നമ്മൾ കൊടുക്കുന്ന സമയം കുറയും. അത് കഴിഞ്ഞ് ഡിഗ്രി PG ഒക്കെ ആകുമ്പോൾ പഠനത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയം അല്ലെങ്കിൽ അതിന് മുഴുകുന്ന സമയം അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന എക്സ്ട്രാ എഫേർട്ട് കുറയും. ശരിക്കും വേണ്ടതൊരു ഇമ്പോർട്ടൻറ്റ് പിരമിഡായിട്ട് എങ്ങനെയാണ് നിൽക്കേണ്ടത്? പക്ഷേ ശരിക്കും ഒരു പിരമിഡിൻ്റെ രൂപത്തിലാണ് നമ്മൾ പലപ്പോഴും കാണാറ്. നമ്മൾ കൂടുതൽ സമയം ഇടേണ്ടത്, കൂടുതൽ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടത്, നമ്മുടെ ദൈർഘ്യത്തെ കൂടുതൽ കാണേണ്ടത് മുക്തിയായിട്ട് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ്റെ സമയത്താണെങ്കിൽ പോലും ആ സമയത്തേക്ക് നമ്മുടെ ഒരു പലപ്പോഴും ഒരു ഡീവിയേഷൻ നമ്മുടെ ഈ പഠന രംഗത്ത് നിന്ന് അതല്ലെങ്കിൽ നമ്മുടെ പഠനം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ പഠനം മാത്രമല്ല, ഏത് മേഖലയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആ മേഖലയിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയം കൂടിയാണ്. പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ MBA അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, VLSI, ചിപ്പ് മാനുഫാക്ചറിംഗ്, അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ, കമ്പ്യൂട്ടർ ലാബുകൾ, ഹൈടെക് ക്ലാസുകൾ, അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ്. ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, വാവന്നൂർ, പട്ടാമ്പി, പാലക്കാട്.